ഈ മറുനാടൻ ഷാജൻ്റെ ഓരോ കാര്യങ്ങൾ വാസ്തവം പറഞ്ഞാൽ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അദ്ദേഹം ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ടുള്ള കഴിവ് എനിക്കില്ല. കഴിവുണ്ടെങ്കിൽ തന്നെ അതിനുള്ള ധൈര്യം എനിക്കില്ല. പ്രത്യേകിച്ച് അമേരിക്കയിലാകുമ്പോൾ പിന്നെ ഉള്ള ധൈര്യം കൂടി നമുക്ക് ഇല്ലാതാവുന്നു. ഇവിടെ തൊട്ടതിനും പിടിച്ചതിനും ഓരോ വാക്കുകളുടെ പേരിലാണ് കേസും പുക്കാറും. അതിൻ്റെ പുറകെ നടക്കാനുള്ള കഴിവുകൾ നമുക്ക് ഇല്ലതാനും. എന്ന് മാത്രമല്ല കേരളത്തിലെ ഓരോ കാര്യങ്ങൾ, കേരളത്തിൽ നടക്കുന്ന ഓരോ തരം കാര്യങ്ങളെപ്പറ്റി സുശക്തമായിട്ട് പറയാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ, തുറന്നു പറയാനായിട്ട്. പല കാര്യങ്ങളും നമ്മൾ പത്രത്തിലും മാധ്യമങ്ങളിലൊന്നും കാണാത്തത് ഈ മറുനാടനിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊതുവിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഷാജൻ. എന്ന് മാത്രമല്ല ഈ ഷാജനെതിരെ അറസ്റ്റിനൊരു നീക്കമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിനെതിരെ കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് അമേരിക്കൻ മലയാളികൾ നടത്തും, അതിനുള്ള എല്ലാ ചിലവും നമ്മൾ വഹിക്കുമെന്നും പറഞ്ഞാണ് അന്ന് ആ വീഡിയോ ചെയ്തത്. അത് അദ്ദേഹം കണ്ടോയിട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാണിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുമില്ല. അതിൻ്റെ ഒരു പബ്ലിസിറ്റി എടുക്കാനായിട്ട് നമുക്ക് താല്പര്യവുമില്ലായിരുന്നു. എന്തായാലും നമ്മുടെയൊന്നും സഹായം അദ്ദേഹത്തിന് ആവശ്യം വന്നില്ല പിന്നീട് അറസ്റ്റിലായപ്പോൾ. അതിനുശേഷം പിന്നീട് ഈയിടയ്ക്ക് അറസ്റ്റ് ചെയ്തപ്പോഴും നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഖേദകരമാണ്, അത് തെറ്റായ ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ എതിർക്കാം എന്നല്ലാതെ പിന്നെ ഈ ഇങ്ങനെയുള്ള അറസ്റ്റും അതുപോലെയുള്ള കാര്യങ്ങൾ, കേസും ഇതൊന്നും ശരിയല്ല എന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ നല്ലൊരു ബന്ധം പിന്നെ നേരിട്ടല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഇന്ത്യ പ്രസ് ക്ലബിനിട്ട് ഒരു താങ്ങ് പിന്നെ ഫലത്തിൽ വന്നത്. അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇന്ന് കാണുകയുണ്ടായി. അപ്പോൾ പിന്നെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പ്രസ് ക്ലബിനെതിരെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് പ്രസ് ക്ലബിൻ്റെ പ്ലാറ്റിനം സ്പോൺസർ മിനി ആൻഡ് സാജൻ, അതായത് സാജ് ഗ്രൂപ്പ്, അവർ പിന്നെ മുൻകാലത്ത് അദ്ദേഹം ഈ 80കളിൽ ഓറിയൻ്റൽ ഫിനാൻസ് നടത്തി, അന്ന് വലിയ തട്ടിപ്പുകളൊക്കെ നടത്തി. അതിനുശേഷം മുങ്ങിയ ആളാണ്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് കാണുന്നത് അദ്ദേഹം എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു എന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പ്ലാറ്റിനം സ്പോൺസറായ ഒരു പരിപാടിയിൽ ഈ കേരളത്തിൽ നിന്നുള്ള ആദരണീയരായ പത്രക്കാർ ജോണി ലൂക്കോസ്, പിന്നെ സുജയ പാർവതി, ഹാഷ്മി താജ്, പിന്നെ അബ്ജോദ്, ഇവരൊക്കെ വരുന്നു. അത് വളരെ ഖേദകരമാണ് പിന്നെ എന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത്. എന്ന് പറഞ്ഞാൽ പ്രസ് ക്ലബ്ബ്, ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഇദ്ദേഹത്തിൻ്റെ കാശ് വാങ്ങിയത് ശരിയായില്ല എന്നർത്ഥം. അതിൽ 2-3 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ മിനിയും സാജനും വളരെ വർഷങ്ങളായിട്ട് അമേരിക്കൻ മലയാളികൾക്ക് സുപരിചിതരായ വ്യക്തികളാണ്. അവരിവിടെ പിന്നെ പല സംഘടനകൾക്കും പിന്നെ ഇങ്ങനെ സ്പോൺസർമാരായും ഒക്കെ വരുന്നവരാണ്, വർഷങ്ങളായി വരുന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ മുൻകാല ചരിത്രം എന്താണെന്ന് നമ്മൾ ആരാഞ്ഞിട്ടില്ല. എനിക്കറിയാം, നമ്മൾ ആ രംഗത്ത് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അറിയാം. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഓറിയൻ്റൽ ഫൈനാൻസ് ഈ 36% പിന്നെ പലിശ വാങ്ങി ഒരുപാട് പേരുടെ ഇടയിൽ നിന്ന് പിന്നെ പണം വാങ്ങിയതിന് ശേഷം സിനിമകൾ എടുത്തു. ആ സിനിമകൾ ചെറുത് പൊളിഞ്ഞു, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ലൂസിയ ഹോട്ടൽ സമുച്ചയം ഇതൊക്കെ ഉണ്ടായി. പിന്നെ എങ്ങനെയോ ഇത് പൊളിഞ്ഞു, ആളുകൾക്ക് പൈസ കൊടുക്കാനില്ലാതായി. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം അറസ്റ്റിലായി, കേസിലായി, ശിക്ഷിക്കപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അതെനിക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞു, ഒരു കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം ബിസിനസ്സൊക്കെ ചെയ്തു. ഈ നെടുമ്പാശ്ശേരിയിലെ സാജു ഹോട്ടൽ, തിരുവനന്തപുരത്തെ ലൂസിയ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ സാജു ഹോട്ടലിൽ ഞാൻ പോയി താമസിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കഴിഞ്ഞ കാലം വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ കാലത്തെ നമ്മൾ വിലയിരുത്താമോ? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പം ഷാജൻ നല്ലൊരു കത്തോലിക്കനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുമ്പസാരിച്ച് കുർബാനയൊക്കെ കഴിക്കേണ്ടി കഴിഞ്ഞാൽ ആ പാപം അങ്ങ് തീർന്നു. പിന്നെയും നമ്മൾ ആ പഴയ പാപം ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ സാജൻ്റെ കാര്യത്തിലാണെങ്കിലും ആ കുറ്റത്തിന് അദ്ദേഹം ശിക്ഷ അനുഭവിക്കുകയും ആ കാലഘട്ടം കഴിഞ്ഞു പോവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ബിസിനസ്സൊക്കെ ചെയ്താണ് ഈ രംഗത്തിൻ്റെ ഈ നിലയിലേക്ക് വരുന്നത്. അമേരിക്കൻ മലയാളികളുമായിട്ട് നല്ല ബന്ധവും. അപ്പോൾ നമ്മളാരും ഇവിടുത്തെ പുതിയ തലമുറയോ ഇവിടുത്തെ പലരും ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങളെപ്പറ്റിയൊന്നും അറിയാവുന്നവർ പോലുമല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം ഒരിക്കൽ ഇവിടെ നമ്മുടെ നക്സലൈറ്റ് അജിത ഇവിടെ അമേരിക്കയിൽ വരികയുണ്ടായി. അന്ന് കേരള സെൻറ്ററിൽ ഒരു സ്വീകരണത്തിൽ വെച്ച് ഒരാൾ അവരോട് ചോദിക്കുകയുണ്ടായി, നിങ്ങളന്ന് ആ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, പോലീസുകാരനെ ഇവർ ഒന്നല്ല, പോലീസുകാരൻ കൊല്ലപ്പെട്ടു. അപ്പോൾ അതിൽ സങ്കടമുണ്ടോ, അവരുടെ കുടുംബത്തെ പോയി കാണുകയുണ്ടായോ? അപ്പോൾ അന്ന് അജിത പറഞ്ഞത്, അതിൻ്റെ പേരിൽ ഞാൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു, പീഡനങ്ങൾ അനുഭവിച്ചു, അങ്ങനെ വളരെ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്നും അത് മാത്രം ആലോചിച്ച് ആ കേസിൽപ്പെട്ട ഒരാളാണ് അജിത് എന്ന നിലയിലല്ല നമ്മൾ അവരെ കണക്കാക്കുന്നത്. അവരിന്ന് മലയാളി സമൂഹത്തിൻ്റെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം ഒരാളുടെ മുൻകാലം ചകഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല.
ഇപ്പം കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, അദ്ദേഹം സാഹിത്യ ചോരണം, അദ്ദേഹത്തിൻ്റെ പിന്നെ മോഷണം നടത്തി, അദ്ദേഹത്തിൻ്റെ പിന്നെ പല പുസ്തകങ്ങളിലും മോഷണം, മറ്റു പലരും എഴുതിയ സാധനങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു കൃതി പിന്നെ ഈ മലയാളി പ്രസിദ്ധീകരിച്ചപ്പം നാട്ടിൽ നിന്ന് ആരോ പിന്നെ എനിക്ക് എഴുതി, പിന്നെ ഇദ്ദേഹത്തെപ്പറ്റി ഇങ്ങനെയാണ് ആരോപണം, ഇവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ പബ്ലിഷേഴ്സും എല്ലാം അദ്ദേഹത്തെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ അയാളുടെ എഴുത്ത് പ്രസിദ്ധീകരിക്കുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കത് സംബന്ധിച്ച് നാട്ടിൽ എന്ത് ചെയ്തു എന്നോ ഇത് സംബന്ധിച്ച് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് വിവരമില്ല. നമ്മളിവിടെയാണുള്ളത്, നമുക്കതിനെപ്പറ്റി കൃത്യമായി അറിഞ്ഞുകൂടാ. പക്ഷേ ഈ എഴുതിയിരിക്കുന്നത് മോഷണമൊന്നുമല്ല, ഇത് ഇങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളതാണ്, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അങ്ങേരുടെ മുൻകാലത്തെ പറ്റിയോ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെപ്പറ്റിയോ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളതിനെപ്പറ്റി അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്ന് പറഞ്ഞ പോലെ ഈ മുൻകാല ചരിത്രം, ഇപ്പോൾ സാജ് ഈ വളരെ വർഷങ്ങളായിട്ട് സാജും പിന്നെ സാജു ഹോട്ടൽസും ഇതെല്ലാം ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹം എവിടെയോ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞത് ശരിയൊന്നുമല്ല. അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സമയത്ത് ഇതിങ്ങനെ കൊടുത്തപ്പം നമുക്കൊരു അലോസരം തോന്നിയെന്ന് മാത്രം. ഇവിടെ ആദരണീയരായ പത്രക്കാർ വരുന്നു. അപ്പോൾ ഇതിൽ ഈ പത്രക്കാരിൽ ജോണി ലൂക്കോസ് ഈ ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ മാധ്യമശ്രീ പുരസ്കാരം നേരത്തെ പിന്നെ സ്വീകരിച്ചിട്ടുള്ള ആളാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം ഇതിനു മുമ്പും പലവട്ടം പിന്നെ പ്രസ് ക്ലബിൻ്റെ പരിപാടിയിൽ വന്നിട്ടുണ്ട്. കേരളത്തിലെ ഒരുവിധപ്പെട്ട പത്രക്കാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബദലായി മറ്റൊരു പ്രസ് ക്ലബ്ബ് പിന്നെ രംഗത്ത് വരാൻ നോക്കിയെങ്കിലും അവർ ക്ലച്ച് പിടിച്ചതായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരുടെ ഒരു അവാർഡ് ഈ മറുനാടൻ മലയാളിക്ക് കൊടുത്തതായിട്ടും പിന്നെ നമുക്കറിയാം. അപ്പോൾ അത് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം തന്നെ ഒരിക്കൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യ പ്രസ് ക്ലബ്ബും ഒരു അവാർഡോ അല്ലെങ്കിൽ ഒരു ആദരവ് മറുനാടന് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് അർഹിക്കുന്ന ആളുമാണ് എന്നുള്ളതിന് എനിക്ക് യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ ഇങ്ങനെയുള്ള മുൻകാലങ്ങൾ തികഞ്ഞു നോക്കുന്നതിനോട് പിന്നെ ഒരനുഭാവവും തോന്നുന്നില്ല. പല കാര്യങ്ങളിലും നമ്മൾ മുൻകാലത്ത് എന്ത് ചെയ്തിരുന്നു, മുൻകാലത്ത് പലതും ചെയ്തിട്ടുണ്ടാവും, കേസുകളിൽ പെട്ടിട്ടുണ്ടാവും, കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുണ്ടാവും, അതിന് ശിക്ഷ അനുഭവിച്ചോ അതിന് പരിഹാരം ചെയ്തോ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ കഴിഞ്ഞുവെങ്കിൽ പിന്നീട് അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാവുന്നൊരു കാര്യമല്ല. എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും തിരിച്ചു വരാം. ഇപ്പം കത്തോലിക്ക സഭയുടെ കാര്യം തന്നെ പറയാം. ഈ സെൻറ്റ് അഗസ്റ്റീൻ സഭയിലെ ഒരു ഡോക്ടറാണ്, വേദപാരംഗതൻ. അപ്പോൾ അദ്ദേഹം ആദ്യകാലത്തെല്ലാം മഹാമോശപ്പെട്ട ഒരാളായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീടാണ് അദ്ദേഹം മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് പിന്നെ വൈദികനോ ബിഷപ്പോ ഒക്കെ ആയി സഭയുടെ ഡോക്ടർ ഓഫ് ദ ചർച്ച്, വൺ ഓഫ് ദ ഡോക്ടേഴ്സ് ഓഫ് ദ ചർച്ച് ആയി മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ടൊന്ന് ക്ഷമിച്ചു കളാം. മറുനാളായി ഈ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി ഈ ഇല്ലാത്ത ഒരു വിഷമതകൾ ഉണ്ടാക്കുന്നത് ശരിയല്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഈ പ്രസ് ക്ലബിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി നമ്മുടെ ഒരു വിശദീകരണം കൂടി ഒന്ന് ചോദിക്കേണ്ടതാണ്. ഈ കേരളത്തിലില്ലാത്ത ഏറ്റവും വലിയ ഒരു ദ്രോഹകൃത്യമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഒരാളെ തൂക്കിക്കൊല്ലാൻ പോകുമ്പോൾ കോടതി ചോദിക്കും, നിനക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് പറയുന്നവർ പക്ഷേ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മാത്രം ഒരാൾക്കെതിരെ വാർത്ത കൊടുക്കുമ്പോൾ അയാളോട് ചോദിക്കുന്നത് എനിക്ക് ഇതിനെപ്പറ്റി വല്ലതും പറയാനുണ്ടോ, തൻ്റെ അഭിപ്രായം എന്താണ്. അങ്ങനെ ഒരു പരിപാടി കേരളത്തിലില്ല. അപ്പോൾ അതാണ് ആ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു മോശപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ആരെപ്പറ്റി എന്തും പറയാം. ഇപ്പം നമ്മൾ അമേരിക്കയിലാണെങ്കിലും ഒരിക്കലും നമ്മൾ ഒരാളെപ്പറ്റി പറയുകയോ എഴുതുകയോ ചെയ്യുമ്പം അയാളെ വിളിച്ച് ചോദിക്കും, പിന്നെ ഞങ്ങളിങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് അതിനെപ്പറ്റി അഭിപ്രായം വല്ലതും പറയാനുണ്ടോ, നിങ്ങളതിനെപ്പറ്റി എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. അതാണല്ലോ ഒരു നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനം. പക്ഷേ അത് കേരളത്തിലില്ല കേട്ടോ. അത് മറുനാടനെ കുറ്റം പറഞ്ഞതല്ല. കേരളത്തിൽ ഒരു പത്രക്കാരും ഒരു മാധ്യമപ്രവർത്തനം ചെയ്യാത്തൊരു കാര്യമാണ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ആ ഒരു നിലപാട്. അമേരിക്കയിലതല്ല. രണ്ട് ഭാഗവും കേട്ടിട്ട് രണ്ട് ഭാഗവും നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും. അതാണ് ആ ഒരു വ്യത്യാസമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് വിട്ടുകളാ. ഇത് ഈ ചീട് കേസ് എന്ന് സിനിമയിലൊക്കെ പറയുന്ന പോലെ ഈ ചീട് കേസിനെ പറ്റിയൊക്കെ പറഞ്ഞ് വെറുതെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ 2006 മുതൽ ഉള്ള സ്ഥാപനമാണ് ഈ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക. അതിൻ്റെ ആദ്യത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് തന്നെ തോമസ് ജേക്കബാണ്. മറുനാടനൊക്കെ അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ അതിനുശേഷം വന്ന എല്ലാവരും കേരളത്തിലെ ഒരുവിധപ്പെട്ട പത്രക്കാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഈ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദരണീയമായി നടന്നു പോകുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ ഇതിൽ പലരും സ്പോൺസർമാരായിട്ട് വരാറുണ്ട്. അവരുടെ മുൻകാലം എന്തായിരുന്നു എന്ന് നമ്മൾ ചികഞ്ഞു നോക്കാറൊന്നുമില്ല. ഇനി നിങ്ങൾ മുൻകാലത്ത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ പൈസ സ്വീകരിക്കില്ല എന്നൊന്നും നമ്മളോട് പറയാറുമില്ല. എന്തായാലും ഇത് വിട്ടുകള. ഇത് ഇങ്ങനത്തെ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കി ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല.